ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പ്രൈമറി അലോക്കേഷനാണ് പഠിച്ചത്, അല്ലെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡാണ് പഠിച്ചത്. അതിനൊപ്പം തന്നെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളൊരു തിയറിയും കൂടി ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇവിടെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കൂടി പറയാം. നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് എടുത്ത് നമ്മൾ ബാക്കി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് റീ അപ്പോർഷൻ ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ബേസിസ് നമ്മൾ പറഞ്ഞിരുന്നു. അടുത്തായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത് പ്രോബ്ലമായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ പേജ് നമ്പർ 172 മെത്തേഡ് ഓഫ് റീ അപ്പോർച്ച്മെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതിനകത്ത് 3 രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. റീ അപ്പോർച്ച്മെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ 3 രീതിയിലാണ്: ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്, റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്താണെന്നും സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്താണെന്നും റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കണം. കഴിഞ്ഞ എക്സാമിന് 15 മാർക്കിൻ്റെയാണ് ചോദിച്ചായിരുന്നു സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് വെച്ചിട്ടുള്ളൊരു റീ അപ്പോർച്ച്മെൻറ്റ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. Under this method, the service rendered by one service department to the other service departments are totally ignored. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരു ഓർഗനൈസേഷൻ ഉള്ളതെങ്കിൽ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് എടുത്ത് ബാക്കി 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റോട്ട് കൊടുക്കുകയുള്ളൂ. അതായത് ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എടുത്ത് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൊടുക്കത്തില്ല. അപ്പം ഒരു സർവീസ്, അതായത് ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും സർവീസ് രണ്ടാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് റെൻഡർ ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഈച്ച് ഓഫ് ദി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് റീ അപ്പോർഷൻ ഓർ ഡിസ്ട്രിബ്യൂട്ട് ഓൺലി എമംഗ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ ആൻ ഇക്വിറ്റബിൾ ബേസിസ്. അപ്പം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ അതിനകത്ത് ഇക്വിറ്റബിൾ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്, ഈക്വൽ ആയിട്ടായിരിക്കും എത്ര പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അത് വീതിച്ച് കൊടുക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 4 പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് നോക്കാം. In a factory, there are 3 production departments, X, Y and Z and 2 service departments, powerhouse and purchasing. ഇപ്പോൾ ഒരു ഫാക്ടറിയെ സംബന്ധിച്ച് അവിടെ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്, എക്സും വൈയും ഇസഡും. അതുപോലെ 2 സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പവർ ഹൗസും പർച്ചേസിങ്ങും. അപ്പം ടോട്ടൽ 5 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. എക്സും വൈ ഇസഡും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സും പവർ ഹൗസ് ആൻഡ് പർച്ചേസിങ് എന്ന 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. ഇനിയുള്ളത് എക്സ്പെൻസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണെന്നും വൈയുടെയും ഇസഡിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. പവർ ഹൗസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെറ്റീരിയൽ, പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽ, ഇലക്ട്രിക് ലൈറ്റിങ്, ലേബർ വെൽഫെയർ, പിന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ലൈറ്റ് പോയിൻറ്റ്, അതായത് ബേസിസ്, ഇതിൻ്റെയൊക്കെ ബേസിസിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് പോയിൻറ്റ്, നമ്പർ ഓഫ് വർക്കേഴ്സ്, നമ്പർ ഓഫ് പർച്ചേസ് ഓർഡർ, ഹോഴ്സ് പവർ, ഇത്രയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മളോടത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ അതുപോലെ തന്നെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും വീതിച്ച് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ രീതിയിൽ വീതിച്ച് കൊടുക്കാം. അതിനുശേഷം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ എടുത്ത് നമ്മൾ ഇക്വിറ്റബിൾ ബേസിസിൽ നമ്മൾ സർവീസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വീതിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഓരോന്നിൻ്റെയും നമുക്ക് തന്നിട്ടുണ്ട്, എക്സും വൈയും ഇസഡിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ കോളം വരച്ചിട്ട് എക്സും വൈ ഇസഡും അതുപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും എഴുതുക. എന്നിട്ട് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ബേസിസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അലോക്കേറ്റഡ് ആണ്, റേഷ്യോസ് ഇല്ല, നമുക്ക് അലോക്കേറ്റ് ആയതുകൊണ്ട് ടോട്ടൽ കണ്ടുപിടിക്കുക. എക്സിന് 15,000, വൈ 13,000, ഇസഡ് 10,000, പവർ ഹൗസിന് 2,000 ആൻഡ് പർച്ചേസിങ്ങിന് 1,000. ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് വിധിച്ച് കൊടുക്കാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക് ലൈറ്റിങ് ടോട്ടൽ 2,000 നമ്മളതിൻ്റെ ലൈറ്റ് പോയിൻറ്റിൻ്റെ ബേസിസിലാണ് കൊടുക്കേണ്ടത്. അപ്പം അതിൻ്റെ നമുക്ക് റേഷ്യോസ് 7:5:3:3:2. അപ്പോൾ ആ ഒരു ബേസിസിൽ തന്നെ 2,000 രൂപ എക്സിനും വൈക്കും ഇസഡിനും പവർ ഹൗസിനും പർച്ചേസിങ്ങിനും വിധിച്ച് കൊടുക്കാം. തേർഡ് വൺ ലേബർ വെൽഫെയർ. ലേബർ വെൽഫെയർ വരുമ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിസിലാണ് കൊടുക്കേണ്ടത്. നമ്മൾ ലേബർ വെൽഫെയർ 5:6, 6:2, 4:3 എന്ന റേഷ്യോയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാം വീതിച്ച് കൊടുക്കാം. ഇനി ദെൻ ലാസ്റ്റ് ടോട്ടൽ, എല്ലാ കോളത്തിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കാം. ഇനിയാണ് സെക്കൻഡറി അലോക്കേഷൻ വരുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളായ പവർ ഹൗസും പർച്ചേസിങ്ങും, പവർ ഹൗസിൻ്റെ ടോട്ടൽ 2,500, പർച്ചേസിങ്ങിന് 1,350 വരുന്നത്. അപ്പം നമ്മൾ ഇത് അവർക്ക് വീതിച്ച് കൊടുക്കുകയാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വീതിച്ച് കൊടുക്കുന്നതാണ് സെക്കൻഡറി അലോട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ പവർ ഹൗസ്.
പവർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ ബേസിസിലാണ് തൊട്ട് മുമ്പത്തെ പേജിൽ നമ്മൾ പറഞ്ഞിരുന്നു. പവർ ഹൗസ് എന്നുള്ള പവർ ഡിപ്പാർട്ട്മെൻറ്റ് ഹോഴ്സ് പവറിൻ്റെ ബേസിസിലാണ് കൊടുക്കുന്നത്. ഇവിടെ ഹോഴ്സ് പവറിൻ്റെ റേഷ്യോസ് വന്നിട്ടുണ്ട് 100:60:40. നമുക്കത് ഷോർട്ടാക്കിയാൽ മതി, 5:3:2 എന്നാകും. അപ്പോൾ നമ്മൾ ആ ഒരു ബേസിസിൽ കൊടുക്കുക, 5:3:2 എന്നുള്ള ബേസിസിൽ കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ടോട്ടൽ നമുക്ക് 2500. അപ്പോൾ നമ്മുടെ പവർ ഹൗസിൻ്റെ ടോട്ടലിൻ്റെ സ്ഥാനത്ത് 2500, ദെൻ അത് നമ്മൾ വീതിച്ച് കൊടുക്കുന്നതുകൊണ്ട് ലെസ് 2500 എന്ന് കാണിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന റേഷ്യോ പ്രകാരം നമ്മളത് വീതിച്ച് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്. പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മളത് കൊടുക്കത്തില്ല. ബാക്കി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതാണ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പറഞ്ഞാൽ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നില്ല. നമ്മൾ സെക്കൻഡറി അലോക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എത്ര ഉണ്ടോ അതിലോട്ട് മാത്രം. സോ നമുക്കിവിടെ 2500 ആയിരുന്നു നമ്മുടെ പവർ ഹൗസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വന്നിരുന്നത്. അത് നമുക്ക് ഹോഴ്സ് പവറിൻ്റെ ബേസിസിൽ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വീതിച്ച് കൊടുക്കുന്നു. ദെൻ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം അടുത്ത്. പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് 1350 നമുക്ക് ടോട്ടൽ കിട്ടിയിരുന്നത്. നമ്മളതിൻ്റെ താഴെ അത് ലെസ് ചെയ്ത് കൊടുക്കുന്നു. 1350 അപ്പോർഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പർച്ചേസ് ഓർഡേഴ്സിൻ്റെ ബേസിസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:3:2 വരും. അപ്പോൾ നമ്മൾ ഈ 1350 എക്സിനും വൈക്കും സെറ്റിനുമായിട്ട് ഈ 5:3:2 നമ്മൾ ഡിവൈഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ അഗെയിൻ ഒരു ടോട്ടൽ കോളം കാണിക്കുക, എക്സിൻ്റെയും വൈഡിയും സെറ്റിൻ്റെയും. ഇപ്പം ഈ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് കൂടി കിട്ടിയതിന് ശേഷമുള്ള ടോട്ടൽ കോളം കാണിക്കുക. സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള പവർ ഹൗസിൻ്റെയും പർച്ചേസിങ്ങിൻ്റെയും ബാലൻസ് നില്ലായിട്ട് പോകും. ഇങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് ഒരു ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ റീ അപ്പോർഷൻമെൻറ്റ് നടത്തുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കും നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ല പ്രൈമറി അലോക്കേഷൻ ആണോ നടത്തേണ്ടത്, ഇല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡറി അലോക്കേഷൻ ആണോ നടത്തേണ്ടതെന്ന് പറഞ്ഞിരിക്കും. പ്രൈമറി അലോക്കേഷൻ ആണ് നടത്തുന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ഡയറക്റ്റായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് എത്രയുണ്ടോ അതിലോട്ട് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുത്താൽ മതി. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കോസ്റ്റ് എടുത്ത് നമ്മളിപ്പോൾ ചെയ്ത പോലെ എഗെയിൻ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വീതിച്ച് കൊടുക്കാം. ഇനി ഇവിടെ ഈ പ്രോബ്ലത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നോട്ടായിട്ട്. ഇൻ കേസ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ അപ്പോർഷൻമെൻറ്റ് ഈസ് നോട്ട് നെസറി. ഓൾറെഡി അത് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മളത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഇലക്ട്രിക് ലൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് പോയിൻ്റ് ബേസിസിലാണ്. ലേബർ വെൽഫെയർ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിലാണ്. പവർ ഹൗസ് ഹോഴ്സ് പവർ റേഷ്യോയിലും പർച്ചേസിങ് നമ്പർ ഓഫ് പർച്ചേസ് ഓർഡറിൻ്റെ ബേസിസിലാണ്. ഇല്ലസ്ട്രേഷൻ 5 ഏകദേശം ഇതേ സെയിം മോഡൽ തന്നെയാണ്. സോ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ പറഞ്ഞ അതേ മോഡൽ തന്നെയാണ്. പവർ ഹൗസ് റിപ്പയർ ഷോപ്പ് എന്നൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ റിപ്പയർ ഷോപ്പ് റിപ്പയറിൻ്റെ ഓർഡറിൻ്റെ ബേസിസിൽ കൊടുക്കുന്നുള്ളൂ. ഇനി അടുത്ത ഇല്ലസ്ട്രേഷൻ 6, അത് ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഇല്ലസ്ട്രേഷൻ 6 പറഞ്ഞിരിക്കുന്നത് ലിമിറ്റഡ് ഹാസ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് 4 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 4 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഉള്ളത്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട് പ്രൈമറി ഓർഡറിങ് പ്രകാരമുള്ളത്. അപ്പം നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ഇവിടെ തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിന് തൊട്ട് മുമ്പുള്ള ചെയ്തുള്ള പ്രോബ്ലത്തിലേക്ക് നമ്മൾ പ്രൈമറി അലോക്കേഷൻ നടത്തിയതിന് ശേഷമായിരുന്നു ടോട്ടലിന് ശേഷമായിരുന്നു നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ഇവിടെ നമുക്ക് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ മാത്രം നടത്തിയാൽ മതി. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിലുള്ള ടോട്ടൽ തന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്ക് 40,000, ബിക്ക് 35,000, സിക്ക് 25,000, അതുപോലെ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലും ടോട്ടൽ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് വീതിച്ച് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം തന്നെ അവരുടെ ടോട്ടൽ ABC എന്ന് പറഞ്ഞ് നമ്മൾ ടോട്ടൽ എഴുതുക. അതിനുശേഷം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റോർസിന് 8,100, ടൈം കീപ്പിംഗ് 6,000, പവർ ഡിപ്പാർട്ട്മെൻറ്റ് 4,500, ക്യാൻറ്റീൻ 2,500. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഈ താഴെ തന്നിരിക്കുന്ന ആ ഒരു റേഷ്യോസും പ്രകാരം നമ്മൾ വീതിച്ച് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഫസ്റ്റിൽ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീതിച്ച് കൊടുക്കുന്നത് സ്റ്റോർ റിക്വഷൻ്റെ ബേസിസിലാണ്. നമുക്ക് 8,000, 6,000, 4,000 തന്നിട്ടുണ്ട്. നമുക്കത് ഷോർട്ട് ചെയ്യുമ്പം 8:3:2 എന്നുള്ള ഇതിലോട്ട് നമുക്ക് വീതിച്ച് കൊടുക്കാവുന്നതാണ്. 4:3:2 എന്ന രീതിയിൽ നമുക്ക് വീതിച്ച് കൊടുക്കാവുന്നതാണ്. 8,000, 6,000, 4,000. അപ്പോൾ നമുക്ക് ടോട്ടൽ 8,100 4:3:2 ബേസിസിൽ എയ്ക്കും ബിക്കും സിക്കും ആയിട്ട് കൊടുക്കാം. ഇനി അടുത്ത് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് 6,000 ആണ് പറഞ്ഞിരിക്കുന്നത്. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിസിലാണ്. 25, 15, 10 എന്നുള്ളത് നമ്മൾ ഷോർട്ട് ചെയ്യുമ്പം 5:3:2 എന്ന് വരും. നമ്മൾ 6,000 ആ ഒരു റേഷ്യോയിൽ കൊടുക്കുക. അതുപോലെ പവറിൻ്റെ പറഞ്ഞിരിക്കുന്ന പവർ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന ഹോഴ്സ് പവറിൻ്റെ ബേസിസിൽ കൊടുക്കുക. 6:5:4 വരും. അതുപോലെ ക്യാൻറ്റീൻ്റെ പറഞ്ഞിരിക്കുന്നത് 2,500
1500 രൂപ നമ്മൾ നമ്പർ ഓഫ് വർക്കേഴ്സ് 5:3:2 എന്നുള്ള ബേസിസിൽ കൊടുക്കുക. തന്നെ എല്ലാം ടോട്ടൽ ചെയ്തിടുക. അപ്പോൾ ഈസി ആയിട്ടുള്ളതാണ്. നമ്മൾ പ്രൈമറി അലോക്കേഷൻ നടത്താതെ തന്നെ സെക്കൻഡറി അലോക്കേഷൻ മാത്രം നടത്തിക്കൊണ്ടൊരു പ്രോബ്ലമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഇലിസ്ട്രേഷൻ 7 ഒരു വലിയ പ്രോബ്ലമാണ്. നമ്മൾ പ്രൈമറിയും അതുപോലെ സെക്കൻഡറി അലോക്കേഷൻ നടത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഇലിസ്ട്രേഷൻ 7 8 ഏകദേശം ആ മോഡൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇലിസ്ട്രേഷൻ 7 നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ABC, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് XY, അതുപോലെ തന്നിരിക്കുന്നത് ഡയറക്റ്റ് വേജസ്, മെറ്റീരിയൽ, എംപ്ലോയീസ്, ഇലക്ട്രിസിറ്റി, 8 പോയിൻറ്റ്, അസറ്റ് വാല്യൂ, ഏരിയ ഒക്കെപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങൾ. എക്സ്പെൻസും പറഞ്ഞിട്ടുണ്ട്. സ്റ്റോർസ് ഓവർഹെഡ്, മോട്ടീവ് പവർ, ഇലക്ട്രിക് ലൈറ്റിംഗ്, ലേബർ വെൽഫെയർ, ഡിപ്രീസിയേഷൻ, റിപ്പയർ, ജനറൽ ഓവർഹെഡ്, റെൻ്റ് ആൻഡ് ടാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. Apportion the expense of the department X in the ratio of 4:3:3 and those of the department Y in proportion to direct wages to the department A, B and C. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സും വൈ എന്ന് പറഞ്ഞു. എക്സിൻ്റെ എക്സ്പെൻസുകൾ നമ്മൾ 4:3:3 വിധിച്ച് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പം എക്സിൻ്റെ എക്സ്പെൻസുകൾ നമ്മൾ 4:3:3 ചെയ്യുക. വൈയുടെ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് വേജസിന് പ്രൊപ്പോർഷനേറ്റായിട്ട് നമ്മൾ ആ ഒരു റേഷ്യോ കണ്ടുപിടിച്ച് ചെയ്യുക. ഡയറക്റ്റ് വേജസിൻ്റെ റേഷ്യോ വെച്ച് ചെയ്യുക. ഇനി നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. സൊല്യൂഷനിലോട്ട് വരുമ്പം ഡയറക്റ്റ് വേജസാണ് ആദ്യം വരുന്നത്. ഡയറക്റ്റ് വേജസിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എത്രയുള്ളതെന്ന് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെന്താ ഡയറക്റ്റ് വേജസിൻ്റെ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ പ്രൊഡക്ഷൻ ഹൗസിലോട്ട് എടുക്കത്തില്ല. അത് നമ്മൾ പ്രൈം കോസ്റ്റിലോട്ട് എടുക്കുന്നുണ്ട്. ആരുടെ ഐറ്റം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അപ്പോർഷൻ ചെയ്യാനായിട്ട് എടുക്കത്തില്ല. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമാണ് നമ്മൾ വീതിച്ച് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് വേജസിന് ABC ഇവരെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. എക്സിൻ്റെയും വൈയുടെയും 1000 വെച്ചിട്ടുള്ളത് നമ്മൾ കാണിച്ചാൽ മതി. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. 1500 1000 നമ്മുടെ എക്സിൻ്റെയും വൈയുടെയും മാത്രം നമ്മൾ കാണിച്ചാൽ മതി. ഇനി അടുത്തത് സ്റ്റോർസ് ഓവർഹെഡ് താഴത്തോട്ടുള്ള ഓരോ എക്സ്പെൻസായിട്ട് നമുക്കെടുത്ത് നോക്കാം. സ്റ്റോർസ് ഓവർഹെഡ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിസിലാണ് അല്ലെങ്കിൽ ആ റേഷ്യോ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. 3000 2500 2000 1500 1000 എന്നുള്ളത് നമ്മൾ ഷോർട്ടൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 6:5:4:3:2 ഡയറക്റ്റ് മെറ്റീരിയൽ റേഷ്യോ കിട്ടും. സോ നമുക്ക് 400 രൂപ നമ്മൾ ABC ആൻഡ് XY ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിസിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അടുത്ത മോട്ടീവ് പവർ 1500 തന്നിട്ടുണ്ട്. അത് നമ്മൾ കിലോ വാട്ട് അവേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞിരിക്കുന്ന കിലോ വാട്ട് അവേഴ്സ് തന്നിട്ടുണ്ട്. 8000 6000 6000 2000 3000 നമ്മളത് ഷോർട്ട് ചെയ്തെടുക്കാം. നമുക്ക് 8:6:6:2:3 എന്ന് വരും. ദെൻ അടുത്ത് വന്നിരിക്കുന്നത് ഇലക്ട്രിക് ലൈറ്റിങ്ങിൻ്റെ കാര്യം ലൈറ്റ് പോയിൻ്റ് തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ എയ്ക്കും ബിക്കും സിക്കും എക്സിനും വൈക്കും റേഷ്യോസ് കൊടുക്കാം. ദെൻ ലേബർ വെൽഫെയർ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിസിലാണ് കൊടുക്കേണ്ടത്. ഡിപ്രീസിയേഷനും റിപ്പയറും നമ്മൾ അസറ്റ് വാല്യൂവിൻ്റെ ബേസിസിൽ കൊടുക്കാം. ജനറൽ ഓവർഹെഡിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലാണ് നമ്മൾ ജനറൽ ഓവർഹെഡ് കൊടുക്കേണ്ടത്. ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിൽ നമ്മൾ 7:6:5:1:1 എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുക എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും. റെൻ്റ് ആൻഡ് ടാക്സ് നമ്മൾ കൊടുക്കുന്നത് ഏരിയ ഒക്കെപ്പെടുന്ന ബേസിസിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കുക. എത്ര ABC ആൻഡ് XY. ദെൻ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ എക്സിൻ്റെ വൈയുടെയും എക്സിൻ്റെ ടോട്ടൽ നമുക്ക് 4100 വൈയുടെ 3640 കിട്ടും. എക്സിൻ്റെ നമ്മളവിടെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 4:3:3 ABCക്ക് കൊടുക്കേണ്ടത്. അപ്പം 4100 നമ്മൾ എയ്ക്കും ബിക്കും സിക്കുമായിട്ട് കൊടുക്കുക. ദെൻ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് വഴി 3640 പറഞ്ഞിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എയും ബിയും സിയുടെയും കൂടി ഡയറക്റ്റ് വേജസിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് 7:6:5 എന്നുള്ള ഇതിൽ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ എയ്ക്കും ബിക്കും സിക്കുമായിട്ട് ആ റേഷ്യോയിൽ വിധിച്ച് കൊടുക്കുക. ഡയറക്റ്റ് വേജസിൻ്റെ റേഷ്യോയിൽ വിധിച്ച് കൊടുക്കുക. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ കണ്ടുപിടിക്കുക. അതുപോലെ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യന് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് വേജസിൻ്റെ ബേസിസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലാണ്. അപ്പോൾ നമ്മൾ 3 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ദാറ്റ് ഈസ് എയും ബിയും സിയുടെയും ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കുന്നതിന് ഓവർഹെഡ് അവർക്ക് ടോട്ടൽ കിട്ടിയേക്കുന്ന ഓവർഹെഡ് എത്രയാണോ ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. അപ്പോൾ നമുക്കിവിടെ എക്ക് 11395 കിട്ടിയിരിക്കുന്നതെങ്കിൽ 11395 ഡിവൈഡ് ബൈ 7000 ഇൻറ്റു 100 ചെയ്യുക. അതുപോലെ ബിയുടെ നമുക്ക് ടോട്ടൽ ഓവർഹെഡ് 8643 കിട്ടിയത്. സോ നമുക്ക് 8643 ഡിവൈഡ് ബൈ 6000 ഡയറക്റ്റ് വേജസ് വന്നിരിക്കുന്നത് 6000
ഇൻറ്റു 100 പ്ലസ് സിയുടെ 7342 ടോട്ടൽ. അതിൻ്റെ ഡാറ്റ വെച്ച് നിന്ന് 5000. അപ്പോൾ 7342 ഡിവൈഡ് ബൈ 5000 ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർ ഹെഡ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. അതൊന്ന് ഓർത്തിരുന്നോണം. ചില പ്രോബ്ലത്തിൽ നമ്മളോട് ഇതും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റ് വേസിൻ്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വേസിൻ്റെ ബേസിസിൽ അത് കണ്ടുപിടിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിനകത്ത് വരുന്ന ഈസിയസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇതൊക്കെയാണ്. നമുക്ക് ഇലസ്ട്രേഷൻ 6 ഉണ്ട്. ഇലസ്ട്രേഷൻ 6ഉം ഞാൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 നമ്മൾ പറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അപ്രോക്സിം ചെയ്ത് കൊടുത്താൽ മതി. പോപ്പുലർ ഓവർ ഹെഡ് റേറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചാൽ തന്നെ ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിൽ കണ്ടുപിടിക്കാം. ഞാൻ അതും കൂടി വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇലസ്ട്രേഷൻ 8ഉം നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കൊള്ളുക. ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമുക്ക് ഇതുവരെ ചെയ്തതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇനി സ്റ്റെപ്പ് ലാഡർ മെത്തേഡും അതുപോലെ റെസിപ്രോക്കൽ മെത്തേഡും ഉണ്ട്. ഇത് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ വരും. പക്ഷേ നമുക്ക് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് വരുമ്പോൾ കുറച്ചുകൂടി ഈസിയസ്റ്റ് ആയിട്ടാണ് വരുന്നത്. സോ നിങ്ങളിത് കറക്റ്റായിട്ട് പഠിക്കുക. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷനോട്ട് കടക്കാൻ പറ്റൂ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ദെൻ അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചതിന് ശേഷം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിസിൽ നമ്മൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് കൂടി ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. ലാസ്റ്റ് ഓവർ ഹെഡ് റേറ്റ് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിൽ കണ്ടുപിടിക്കുക. ഇത്രയാണ് ഇതിനകത്തുനിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളിതിനകത്ത് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ ഈ മോഡൽ 1-2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതും കൂടി ബുക്കിലോട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതിയായിരിക്കും. പ്രാക്ടിക്കൽ പ്രോബ്ലം 5ഉം 6ഉം ഇത് രണ്ടും ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. പേജ് നമ്പർ 195 പറഞ്ഞിരിക്കുന്നു. പ്രാക്ടിക്കൽ പ്രോബ്ലം 5ഉം 6ഉം ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ബുക്കിലോട്ട് ചെയ്ത് നോക്കാം. കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം.